തിരുവോണം സ്പെഷ്യൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഗാന ജയചന്ദ്രിക ശ്രീ എം ജയചന്ദ്രൻ. ഇന്നൊരു ജയചന്ദ്രിക ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത്. ന്യൂസ് ആൻഡ് വ്യൂസിൽ പതിവില്ലാത്തതാണ്, തിരുവോണം ആണ്. എന്താണ് പ്രേക്ഷകരെ എങ്ങനെയാണ് അഭിവാദ്യം ചെയ്ത് തുടങ്ങുന്നത്? എനിക്ക് പെട്ടെന്ന് വയലാർ സാർ എഴുതിയൊരു പാട്ടിൻ്റെ വരികൾ ഇവിടെ ഓർമ്മ വരുന്നുണ്ട്. അതായത് കാറ്റും പോയി, മഴക്കാറും പോയി, കർക്കിടകം പിറകെ പോയി, ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാ 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 എന്നുള്ളത്. ഇതൊരു സംഗീത സംവിധായകനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കൂടെ രണ്ട് ഗായികമാരിയ്ക്കുകയാണ്. അവരിതിനൊരു മറുപടി കൊടുക്കുന്നത് എങ്ങനെ? ആരാണിത് ഒരു മറുപടി കൊടുക്കുക? ഇതിനൊരു മറുപടി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ല, നിങ്ങളുടെ അഭിവാദ്യം ആകും പ്രേക്ഷകരോടുള്ള. ഇതിനൊന്ന് ആരെങ്കിലും ഒന്ന് പാടി തുടങ്ങാം. ഇത് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് മൂടി തുടങ്ങിയാൽ. ഈ പാട്ട് സാർ തന്നെ പാടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഓക്കെ, പാടിക്കോളൂ. ഇത് മൂളിയാൽ മതി. കാറ്റും പോയി, മഴക്കാറും പോയി. സാർ ജോയിൻ ചെയ്യും. കർക്കിടകം പിറകെ പോയി, ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും കൂടെയാണ്. മനസ്സിൽ മഴക്കാറ് പോകണം, പിന്നെ കാറ്റ് പോകണം, പിന്നെ മനസ്സിലെങ്കിലും നമ്മളെപ്പോഴും ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളെയും നമ്മൾ ചിങ്ങത്തിന് ഓണത്തിന് വരവേൽക്കണം എന്നാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ കൂടി ഇത് മനസ്സിൽ കർക്കിടകമാണെങ്കിൽ ഒരിക്കലും ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. മനസ്സിൽ ചിങ്ങമാകണം. അഖില, മനസ്സിൽ ഇപ്പോൾ ചിങ്ങമാണോ? പ്രേക്ഷകരോട് എങ്ങനെയാണ് അഖിലയുടെ ഭാഷയിൽ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു തിരുവാതിര പാട്ട് പാടാൻ തോന്നുന്നു. പെരുമ്പാവൂർ സാറിൻ്റെ മ്യൂസിക്കാണ്. ഒരു സിനിമയിൽ വന്നൊരു പാട്ടാണ്. കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി, ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു, ആതിരൽ കുളിരിൽ പോലും മനസ്സിൽ ചൂട്, കൊഞ്ചും കുയിൽ പോലെ കവിത പാട്, മൃദു മധുമൊഴി കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി, ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു. ശ്രീ ജയചന്ദ്രൻ, ഒരുപക്ഷെ പഴയ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ വരികൾ എങ്ങനെയാണ് ഈ കമ്പോസ് ചെയ്തത്, പഴയ സംഗീത സംവിധായകർ, താങ്കളുടെ ഗുരുക്കന്മാർ, അതൊക്കെ മനസ്സിലുണ്ടാകും. പക്ഷെ താങ്കൾ ഇന്നും അതേ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഓണപ്പാട്ടായിരിക്കും, ആ ട്യൂണായിരിക്കുമോ? അങ്ങനെ ഒരു പാട്ടിന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുക, അതോ താങ്കൾക്ക് മറ്റു പല പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ? എന്ത് മനസ്സിൽ ആ സംഗീതം എന്താണ് താങ്കളുടെ ഇന്നത്തെ ഈ തിരുവോണത്തിൽ? എനിക്ക് തീർച്ചയായിട്ടും വേരുകളിൽ അടിസ്ഥാനമാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ വേരിനെ മറന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ എവിടെ സഞ്ചരിച്ചാലും ആ വേരിൻ്റെ അംശമുണ്ടാകും. അപ്പോഴേ മാത്രമേ ഞാനാകൂ, ഞാൻ മലയാളിയാകൂ, എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റും. ആ വേരിൽ ആരുടെയൊക്കെയാണ്? ദേവരാജൻ മാഷ് ഒന്ന്, MB ശ്രീനിവാസൻ സാർ, പിന്നെ ഞാൻ കേട്ടിട്ടുള്ള എല്ലാ പാട്ടുകൾ ചെയ്തിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരും എനിക്ക് ഗുരുനാഥന്മാരാണ്. അവരുടെ ഓരോ പാട്ടുകളും എനിക്ക് ടെക്സ്റ്റ് ബുക്കുകളാണ്. ഞാൻ ഏറ്റവും അധികം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, ഞാൻ ഏറ്റവും ആദരിക്കുന്ന, ഒരിക്കലെങ്കിലും ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് മദൻ മോഹൻജിയാണ്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ടെങ്കിലും എനിക്ക് കൂടാനായിട്ടുള്ളൊരു അവസരം തരണേ ഈശ്വര എന്നെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അത് എവിടെയെങ്കിലും അനുകരണമായി പോകാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ നടന്ന് വന്ന വഴികളിൽ ആദ്യം അനുകരിച്ച് തന്നെയാണ് തുടങ്ങിയത്. എൻ്റെ ഗുരുക്കന്മാരെയാണ് ഞാൻ അനുകരിച്ചത്. നമ്മൾ നടക്കുന്ന പോലെ, നമ്മൾ നടക്കുമ്പോൾ ആദ്യം അച്ഛനെയും അമ്മയെ പോലെയൊക്കെ ഇരിക്കും. പിന്നെയാണ് നമ്മുടെ ഒരു നടത്ത, അതിൻ്റെ ഏത് വ്രത്ത് നദോന്നതയോ ഏതാണെന്ന് വെച്ചാൽ അതിൽ നമ്മളെത്തുന്നത്. അതുപോലെയാണ് ഇതിൽ ഞാൻ കണ്ടെത്തിയ വഴികൾ, പുതിയ വഴികൾ, ആ പുതിയ വഴികളിലൂടെയാണ് ഞാൻ. മൃദുല, ഈ എം ജയചന്ദ്രൻ നടന്നു പോകുന്ന വഴികൾ നമ്മൾ മലയാളികളൊക്കെ കാണുന്നുണ്ട്. മൃദുല നോക്കുമ്പോൾ എം ജയചന്ദ്രൻ്റെ ആ വഴികളിൽ ആദ്യം ഇങ്ങനെ തോന്നുന്നത് ഇതാ ഈ പാട്ട് എന്ന് പറഞ്ഞ് തോന്നി. ഏത് പാട്ടാണത്? എനിക്ക് സാറിൻ്റെ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ ഇപ്പം മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്ക്
കൂടുതൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് കേളി മുരളികയിൽ. അത് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ ഞാൻ പാടിയിട്ടുള്ള, സ്റ്റേജിലൊക്കെ ഒരുപാട് തവണ പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ചിത്ര ചേച്ചി പാടിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് മ്യൂസിക്കാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ അനൗൺസ് ചെയ്തോളാം, അതെനിക്ക് ഓക്കെ. കേളി മുരളികയിൽ അനുരാഗനാളി മുരളികയിൽ വൃന്ദാവന മൃദുസാരംഗമായി ഞാൻ വ്രീളാലോലമുണർന്നു ഇന്ന് വ്രീളാലോലമുണർന്നു. ഹരേ ശ്യാമ ഹരേ കേളി മുരളികയിൽ അനുരാഗനാളി മുരളികയിൽ. അഖിലയും ഇതേ നിമിഷത്തിൽ ജയചന്ദ്രൻ്റെ ആ പാത ഓർക്കുകയായിരുന്നു, എവിടുന്ന് എങ്ങനെയാണ് എന്നുള്ളത്. സമയം കിട്ടി, അതുകൊണ്ട് സമയം കളയണ്ട. സാറിൻ്റെ കുറേ പാട്ടുകളുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് മയങ്ങിപ്പോയി, നോട്ടം എന്ന ചിത്രത്തിലെ ചിത്ര ചേച്ചി പാടിയ അതിമനോഹരമായൊരു പാട്ട്. ആ പാട്ട് മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നില മഴയിൽ മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി കളിയണിയറയിൽ ഞാൻ മയങ്ങിപ്പോയി നീ വരുമ്പോൾ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ നിഴാവായി തുളുമ്പിപ്പോയി. ഇവരെല്ലാം ഇങ്ങനെ ഓർത്തു, പാട്ടുകാരായോണ്ടായിരിക്കാം. നമ്മൾ സാധാരണ മലയാളികൾ ഒരുപക്ഷെ എം ജയചന്ദ്രനെ കുറിച്ച് പല ഗാനങ്ങളിലൂടെയും ഇപ്പോഴും ഓർക്കുന്നു. പച്ചപ്പനന്തത്തെ അതിപ്പോഴും നമ്മുടെ ഒരുപക്ഷെ പഴയ ഏതോ കാലഘട്ടത്തിലെ അന്നത്തെ എം ജയചന്ദ്രൻ ഈണമിട്ടതാണെന്ന് കരുതിയവരുണ്ട്. വരികളുടെ പ്രത്യേകതയാണോ എം ജയചന്ദ്രനെ കൊണ്ട് അത് ചെയ്യിച്ചത്? വരികളുടെ പ്രത്യേകത തീർച്ചയായിട്ടും ഉണ്ട്, അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അതിനപ്പുറമുള്ളൊരു ശ്രമമുണ്ട്, അതാണ് ആലോചിച്ചത്. അല്ല, ഏതൊരു ഗാനവും നമ്മൾ സിനിമയിൽ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പാടിക്കൊണ്ട് നടക്കണം. എനിക്ക് മാത്രം വീട്ടിലിരുന്ന് കേൾക്കാവുന്ന ഒരു പാട്ടല്ല ഞാൻ ഉണ്ടാക്കേണ്ടത്. ദേവരായ മാസ്റ്റർ പണ്ട് പറയും, സിനിമാ തിയേറ്ററിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അതിലൊരു പാട്ടെങ്കിലും നമുക്ക് ഹം ചെയ്യാൻ പറ്റണം, ക്യാച്ചി ആയിരിക്കണം. അതെ, അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുന്ന ആളാണ് ശരിക്കും സംഗീത സംവിധായകൻ, സിനിമാ സംഗീത സംവിധായകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നോട്ടത്തിലെ പാട്ട് ഇത് പാടാതെ, ഇത് നോട്ടത്തിലല്ലേ, മറ്റതിലേക്ക് വന്ന എന്താ പാട്ടിൻ്റെ വല്ല പ്രത്യേകത മറ്റതിനുണ്ടോ? അത് അഖിലേക്ക് കുറച്ച് എളുപ്പം തോന്നിയതാണ്. അയ്യോ അല്ല, എനിക്ക് ആ പാട്ടിന്റെ ചിത്ര ചേച്ചി പാടിയൊരു ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമോഷണൽ എക്സ്പ്രഷൻ കൂടുതലാണ്. റൈറ്റ്. മറ്റേത് നമ്മുടെ ഒരു ഫോക്കിഷ് സ്പർശത്തിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള. എം ജയചന്ദ്രൻ്റെ ഏത് പാട്ടുകൾക്കാണ് ഇമോഷണൽ എക്സ്പ്രഷൻ കുറവ്? കാരണം ഒരു എം ജയചന്ദ്രൻ ടച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു എവിടെയൊക്കെ ഉണ്ട് ഇമോഷണൽ എക്സ്പ്രഷൻ. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതം, നമ്മൾ ആ പാട്ടിൽ ജീവിക്കണം സംഗീത സംവിധായകൻ. സ്വന്തം പാട്ടിൽ ഇപ്പോഴും ഒന്ന് മൂളാൻ തോന്നുന്ന പാട്ട് ഏതാണ്? ഇനിയും ഞാനത് കമ്പോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അയ്യോ, ഇത്രയും ഉണ്ടാക്കിയിട്ട് അതൊന്ന് മൂളാൻ തോന്നുന്നില്ല. ഞാൻ മൂളുന്ന ഒരു പാട്ട് എൻ്റെ അല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ശരി, എപ്പോഴും മൂളുന്നത് ആരുടെ പാട്ടാണ്? ഞാൻ ദേവരായ മാസ്റ്ററുടെ ഇപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ
നിനച്ചുപോയി. എഴുതിയ കവിയെ ഓർക്കുന്നോ? ഒ.എൻ.വി. സാർ. അതെ, ഞാൻ ഈ സമയത്ത് ചോദിക്കാൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യമല്ല, പിന്നീട് ഒരു ഘട്ടത്തിൽ ഇതേ ചർച്ചയിൽ ചോദിക്കും. അപ്പോൾ എന്താണ് എം ജയചന്ദ്രൻ അവിടെ പറയുക എന്നറിയേണ്ടതുണ്ട്. മുഖത്തെ ചിരിയിൽ എല്ലാം ഉണ്ട്. ശ്രീ ജയ, ഈ പാട്ടിൽ വേറൊരു പ്രത്യേകതയാണ്. കാരണം വെറുതെ എന്ന വാക്ക് ഒ.എൻ.വി. സാർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. വെറുതെ എന്ന വാക്കിന് വേണ്ടി ദേവരായ മാസ്റ്റർ ഈണം നൽകിയിരിക്കുന്നത്. ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, അവിടെ വേറെ വെറുതെ. അവിടെയാണ് ദേവരായ മാസ്റ്റർ കഴിവ്. യെസ്. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ ഓണത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓണപ്പാട്ടുകൾ കേട്ട് വളർന്ന എം ജയചന്ദ്രൻ ഏതൊക്കെ പാട്ടുകൾ കേട്ടു? ആദ്യം കേട്ട ഓണപ്പാട്ട് മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളത്. രണ്ടാമത് ഞാൻ എൻ്റെ വളരെ കൊച്ചിലെ ആദ്യമായിട്ട് ദാസാറിൻ്റെ ആദ്യത്തെ ഒരു റെക്കോർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ. ഈ പാട്ട് തമ്പി സാറിൻ്റെ. തമ്പി സാറിൻ്റെ ബ്യൂട്ടി ഓഫ് എ സോങ് ആണ്. എപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് ഓർമ്മ വരും. ഇത് അഖിലയും രണ്ടുപേരും മത്സരിക്കുകയാണ്. ആരും ആക്കോട്ടെ അത് പാടിക്കേണ്ടത്, ഒന്ന് മൂളിക്കേണ്ടത്. രണ്ടുപേരും കൂടെ ആയിക്കോട്ടെ. യെസ്, നിങ്ങൾ പാടി തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്. 1 2 3 4. അറിയില്ല, എനിക്കറിയില്ല. അത്രേ എനിക്കറിയുള്ളൂ. അത് മതി. അപ്പോൾ ശരി, എന്നാൽ പകരം ഒരു ഓണപ്പാട്ട് പാടും. മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം മലയാളക്കരയാകെ വർണ്ണപ്പൂക്കളം ആഹാ മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം മണിപ്പൂക്കളം. മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം മലയാളക്കരയാകെ വർണ്ണപ്പൂക്കളം ആഹാ മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം മണിപ്പൂക്കളം. നമ്മോടൊപ്പം ഇല്ലാത്ത ജോൺസൺ മാഷിൻ്റെ ഒരു വേറെ ഏതാ ഇപ്പോൾ ഓണപ്പാട്ട്? ഓണപ്പാട്ട് ഒരുപാട് എണ്ണം ഇപ്പം ആളുകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനൽസിലും. പക്ഷേ മൃദുല വാര്യർ കേട്ട് വളർന്ന അന്നത്തെ കാലത്തെയൊക്കെ ഓണപ്പാട്ടുകൾ ഇപ്പോൾ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാനുണ്ടെങ്കിൽ അങ്ങനെ വരണം. എല്ലാവരും കേട്ട പാട്ടുകളൊക്കെ തന്നെയാണ് ഞാനും കേട്ടത്. എനിക്ക് ഒരു പടി മുന്നിൽ ഇഷ്ടം ഉള്ളൊരു പാട്ടാണ് എൻ ഹൃദയ പൂത്താലം. രവീന്ദ്ര മാസ്റ്റർ ഈണം ഇട്ട ഒരു സോങ്ങാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. രണ്ടുപേരും പാടാം. എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാനെൻ മുന്നിൽ. എൻ ഹൃദയപ്പൂത്താലം നിറയെ നിറയെ മലർവാരി നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാനെൻ മുന്നിൽ. വരുമോ രാജാവേ പൂക്കണി കാണാനെൻ മുന്നിൽ. ശ്രീ ജയചന്ദ്രൻ, ഒരുപക്ഷെ ചെറുപ്പകാലഘട്ടത്തിൽ അങ്ങേപ്പോലുള്ളവർ ഒക്കെ ഉണ്ടായ അനുഭവങ്ങൾ, കേട്ടു വളർന്നത്, പഠിച്ചത്, ഈ ഓണത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈണമിടുമ്പോഴും സ്പർശിക്കുക, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക. അതും കൂടി വരും. ഇപ്പോഴത്തെ ഓണം, ഇന്നത്തെ ഓണം ഓർത്താണോ ഇന്നൊരു ഓണപ്പാട്ട് കമ്പോസ് ചെയ്യുക? തീർച്ചയായിട്ടും. ഇന്നത്തെ ഓണം ആണെങ്കിൽ അതിനൊരു പുതിയ ന്യൂ ജനറേഷൻ ട്യൂണല്ലേ വരിക? ന്യൂ ജനറേഷൻ ട്യൂൺ വേണമെന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ ന്യൂ ജനറേഷൻ എന്നുള്ള വാക്കിനോട് തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഒരു വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയേണ്ടതുള്ള ഒരുപാട് പ്രായമായെന്ന് ശ്രീ എം ജയചന്ദ്രൻ. ആയിക്കോട്ടെ. If I am considered as a chip of the old block, I like to be considered. Very good. Right. അതൊന്നും കുഴപ്പമില്ല. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനാണെന്നും അമ്മയുടെ മകനാണെന്നും പറയാൻ അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോഴും ഏത് പാട്ട് പോലെ ആയിരിക്കും ഒരു ഓണപ്പാട്ട്? ഒരു പാട്ടും പോലെയല്ല, പുതിയ പാട്ടുണ്ടാക്കും. പക്ഷെ പുതിയ ഓണപ്പാട്ടുകളിൽ പോലും നമ്മൾ പല ആൽബങ്ങളിൽ കാണുന്നുണ്ട്. പുതിയ ഓണപ്പാട്ടുകളിൽ പോലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ പോലെ അല്ല. അതൊക്കെ ഒരു തവണ കേട്ട് പോലും കളയുന്ന അവസ്ഥയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ നവീന ഗതികൾ വരാം, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വേരുകളിൽ അത് അടിസ്ഥാനം ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓണപ്പാട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് എൽസ്. അത് സംതിങ് എൽസ് വേണോ, നമ്മൾക്ക് നമ്മളുടേതായ ഒരു കാര്യം വേണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉള്ളപ്പോൾ അയാൾ നല്ലൊരു സംഗീത സംവിധായകനാകും
എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓണം എങ്ങനെയാണ് ആഘോഷിച്ചിട്ടുള്ളത്? ഓണത്തിനെ കുറിച്ച് തന്നെ പറയാനുണ്ടാവുമല്ലോ. ഓണത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം എന്നുള്ളത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പാൽപ്പായസമാണ്. റൈറ്റ്. എൻ്റെ തടി കണ്ട തീർച്ചയായിട്ടും ലാലിനും അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും പ്രിയരായിരിക്കും. നോ കമൻസ്. ഇപ്പൊ പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ പ്രിയ കേറ്ററിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെയും ഭക്ഷണം കഴിക്കാൻ അമ്മയ്ക്കാണ് കുറ്റം വന്നിട്ട്. അമ്മയുടെ ശിഷ്യയാണ്. അപ്പോൾ മംഗല്യ കേറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഇന്നും ആ അമ്മ ഉണ്ടാക്കുന്ന പാൽപ്പായസത്തിൻ്റെ സ്വാദ് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശരി. അഖില, മൃദുലയിലേക്ക് വരാം. മൃദുലയ്ക്ക് ആലോചിക്കാൻ ഒരു ക്വസ്റ്റ്യനെങ്കിലും സമയം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അമ്മ ഉണ്ടാക്കിയ പാൽപ്പായസമാണ് ഓണം എന്ന് പറഞ്ഞാൽ എം ജയചന്ദ്രൻ. ഓരോരുത്തരുടെ താല്പര്യം പോലെ ഇരിക്കും. ആഹാരത്തിനോട് പ്രിയമുള്ളവർ അതാണ് ആദ്യം ഓർക്കുക. അഖിലയ്ക്ക് എന്താണ് താല്പര്യം? എനിക്കും സദ്യ തന്നെയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ് സദ്യ. അപ്പോൾ അതാണ് ചെറുപ്പത്തിലും അത് തന്നെയായിരുന്നു, ഇപ്പോഴും അത് അതുപോലെ നടക്കുന്നുണ്ട്. സദ്യ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനം. ഈ പൂക്കളവും ഊഞ്ഞാലും ഒന്നും ഇല്ലേ? പൂക്കളും ഊഞ്ഞാലിപ്പോൾ ഇന്നത്തെ കാലത്ത് വീട്ടിലൊന്നും കിട്ടാനുള്ള സാഹചര്യം ഇല്ല. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എപ്പോഴും കുട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണോ? എപ്പോഴെങ്കിലും ഊഞ്ഞാലാടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, അതോ അതിനു മുമ്പായിരുന്നോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഊഞ്ഞാലാടിയിട്ടുണ്ട്. പൂക്കളങ്ങൾ അങ്ങനെ, ഞാനും തിരുവനന്തപുരം ഈ സിറ്റിയിലാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ നാട്ടിൻപുറത്തെ ഓണം എനിക്കും അധികം അനുഭവമില്ല. അപ്പോൾ എന്നാലും ഊഞ്ഞാലാടിയിട്ടുണ്ട്, പൂക്കളം ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും മത്തപ്പൂക്കളം ഇടാറുണ്ട് കേട്ടോ. 10 ദിവസം ഇടാൻ പറ്റാറില്ല, എന്നാലും പരിപാടിയായിരിക്കും എല്ലാ ദിവസവും അല്ലേ? മൃദുല, ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഓണത്തെക്കുറിച്ച് ആണ് അഖില. തിരുവനന്തപുരത്താണ് എപ്പോഴും ഓണം എന്നാണ് ഒരുപാട് പറയാറുള്ളത്. പക്ഷെ നിങ്ങൾ കോഴിക്കോട്ടുകാരൊട്ടും മോശമല്ല. ഒരു മത്സരം ആയിക്കോട്ടെ. അയ്യോ, ഞാൻ വീക്കാവും. ഇവിടെ 2 ട്രിവാൻഡ്രം. അല്ല, ആ കാര്യം. ഓ, അത് ശരി. ഞാൻ തിരുവനന്തപുരം അല്ല, പാലക്കാടും അല്ല, നടുക്ക് നിൽക്കുന്ന ആളാണ്. അതെ, അങ്ങനെ ആവാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു ഓണം? ഇപ്പോഴും അങ്ങനെ തന്നെ ഒരുവിധം മലബാറിലൊക്കെ ഇപ്പോഴും പഴയ ഒരു തനിമയൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുവിധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. വീട്ടിലൊക്കെ പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. വീട്ടില് പൂക്കളം ഭയങ്കര, എനിക്ക് കുട്ടിക്കാലം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. പൂവിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. എല്ലാവരും പൂവൊക്കെ പറിച്ച് വീട്ടിൽ തന്നെ ഉള്ള ചുറ്റുവട്ടത്തുള്ള പൂക്കൾ പറിച്ചിടുന്ന ഒരു പ്രത്യേക സുഖമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൂക്കളല്ലാതെ അങ്ങനെ ഇടാൻ ശ്രമിക്കും. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സദ്യ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും അമ്മ ഉണ്ടാക്കുന്ന സദ്യ. വേറെ എവിടുന്ന് സദ്യ കഴിച്ചാലും നമുക്ക് ആ ഒരു മനസ്സ് നിറയില്ല. വയറ് നിറയാന്ന് പറയണതിനെക്കാട്ടും മനസ്സ് നിറയില്ല. ആ ഒരു സദ്യ ഭയങ്കര, ഇപ്പോഴും എവിടെ പോയാലും ആ ഒരു സദ്യക്ക് 1ാം സമ്മാനം തന്നെയുള്ളൂ. നേരത്തെ പാലട പ്രഥമനാണോ അതോ പാൽപ്പായസം? എന്ത് പായസം? എനിക്ക് പരിപ്പ് പ്രഥമൻ. പരിപ്പ് പ്രഥമനാണ്. അഖിലയും കൂടെ പറഞ്ഞു പാൽപ്പായസം. അല്ല, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ ഒരു കാറ്ററിംഗ് എങ്കിലും ഉണ്ട് അവിടെ. നിങ്ങൾ എന്താ സ്വന്തമായിട്ട് പായസം ഉണ്ടാക്കൂ? അതറിയോ? അറിയാം. പക്ഷെ അമ്മയുടെ മാത്രമേ അറിയുള്ളൂ. അല്ല, ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല, എന്താ പറയാ, വേണമെങ്കിൽ ലൈവ് ആയതുകൊണ്ട്. അഖില ഊഞ്ഞാല് തന്നെ ആടിയതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എപ്പോഴാണ് പായസം ഉണ്ടാക്കുന്നത്. പായസം ഉണ്ടാക്കാറുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആ പാൽപ്രഥമൻ അല്ല ഇഷ്ടം, മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ശ്രീ ജയചന്ദ്രൻ, ഈ പൂക്കളങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഈ നമ്മുടെ പ്രിയദർശൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിട്ട് കേട്ടതാണ്. അദ്ദേഹത്തിന് ഇത്തവണ ഓണം ഇല്ല, കാരണം പല കാര്യങ്ങളാണ്. പലരും കുട്ടികളൊക്കെ അമേരിക്കയിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വേറെ സ്ഥലത്താണ്. ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം പുറകോട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുണ്ടോ? നമുക്ക് ആ പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം മനസ്സിലാണ് ആദ്യം ഓണം. ചിങ്ങം നേരത്തെ പറഞ്ഞു. അതെ, മനസ്സിൽ ഓണം വന്നാൽ എല്ലാം ഓണം തന്നെ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഓണം. അങ്ങനെയാണെങ്കിൽ വർഷം മുഴുവനും ഓണമാക്കാൻ നമ്മൾ സാധിക്കണം എന്നുള്ളത്, അത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു കാര്യമാണ്. പക്ഷേ അത് ശ്രമിക്കാം എന്ന് തോന്നുന്നു. ഞാൻ ശ്രമിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു ഗാനവും കൂടി, ചില ശകലങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഓണത്തിൻ്റെ ഒരു ഘട്ടമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഓണപ്പാട്ട് കൂടി കേട്ടിട്ടാണ് നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടത്. 1 അല്ല, 3 പേരുണ്ട്. 3 ആണോ, 1ൻ്റെ 3 വിവിധ ഭാഗങ്ങളാണോ? ഒരു പാട്ട് കൂടി. ഓണം
പറയാൻ പറ്റില്ല, ഓണപ്പാട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവിടെ നമ്മൾ അതിനെ ഓണപ്പാട്ടെന്നാണ് വിളിക്കുന്നത്. ഓണത്തിന്റെ ഒരു ടച്ച് ഉണ്ടെന്ന്. ഓണത്തിന് പാടുന്ന പാട്ട്, അതുകൊണ്ട് ഓണപ്പാട്ട്. ഓക്കെ. പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാ രാവെല്ലാം പാറിപ്പോയി. പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാ പ്രാവെല്ലാം പാറിപ്പോയി. അഖില റെഡിയായിരിക്കുന്നു. പക്ഷെ നമുക്കൊരു സർപ്രൈസ് അഖിലേക്ക് കൊടുക്കാം, ഒരു ഇടവേളയാണെന്ന് പറഞ്ഞുകൊണ്ട്. അഖില പാട്ട് പാടാൻ റെഡിയായിരിക്കുകയാണ്. ഓണത്തെക്കുറിച്ചുള്ള ആ പാട്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, ഇന്നിൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. ONV ഇല്ലാത്ത ആദ്യ ഓണം, അവിടെ വീണ്ടും ONV തന്നെ വന്നിരിക്കുന്നു. ബോംബെ രവിയാണെന്ന് തോന്നുന്നു സംഗീതം. ശ്രീ ജയചന്ദ്രൻ, ഈ സ്വന്തം പാട്ടുകളെക്കുറിച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെയൊക്കെ സ്വന്തം പാട്ടുകൾ നിങ്ങൾ പാടിയത്, നിങ്ങൾ കമ്പോസ് ചെയ്തത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു വരുമ്പോൾ, അതിനിടയ്ക്ക് ഓണച്ചോദ്യങ്ങളുണ്ട്, അത് പിന്നീട് ഞാൻ ചോദിക്കാം. ഞാൻ അറിയുന്നത് ശ്രീ M ജയചന്ദ്രൻ പാട്ട് സംഗീത സംവിധായകനാകാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ പിന്നീടായിരിക്കാം. അതിനു മുമ്പ് പാടുന്നു, അഭിനയിക്കുന്നു. അഭിനയില്ല, എവിടേക്ക് അഭിനയിക്കാൻ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ശ്രമിച്ചു. ജീവിതത്തിൽ പലപ്പോഴും അഭിനയിച്ചിട്ടുണ്ട്. അത് ശ്രീ ജയചന്ദ്രനെ കുറിച്ച് ആരും പറയാറില്ല, അഭിനയിക്കാറില്ല എന്നാണ് ഞാൻ കേട്ടില്ല. ആ അഭിനയം നല്ലതായതുകൊണ്ടായിരിക്കും വേറെ ആർക്കും അങ്ങനെ തോന്നാറ്. ശരി. ഈ പാടിയ ഘട്ടങ്ങൾ ആണല്ലോ, പാട്ട് പാടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നല്ലോ. അത് എന്താണ് പിന്നെ ഈ ഗോതയിലേക്ക് ഇറങ്ങണ്ടെന്ന് വെച്ചോ? അതിനേക്കാൾ സംഗീത സംവിധാനമാണ് എളുപ്പം. എളുപ്പം നോക്കി ഒരു പ്രൊഫഷൻ ആരെങ്കിലും സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ സംബന്ധിച്ച് ശ്രീ ജയചന്ദ്രൻ എളുപ്പം അല്ല, എനിക്ക് എളുപ്പം അങ്ങനെയൊന്നുമില്ല. ഒന്നും എളുപ്പമല്ല. പാടുന്നത് എളുപ്പമല്ല, സംഗീത സംവിധാനം ചെയ്യുന്നത് എളുപ്പമല്ല, ഒരു പാട്ട് കൺസീവ് ചെയ്യുന്നത് എളുപ്പമല്ല, ഒന്നും എളുപ്പമല്ല. അത് എളുപ്പമാവും എപ്പോഴെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ആ പാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ എളുപ്പമാവും. അപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് പാട്ടുകാരനായിട്ടാണോ അല്ലെങ്കിൽ സംഗീത സംവിധായകനാണോ എന്ന് എന്നിലേക്ക് തന്നെ ഞാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, തീർച്ചയായിട്ടും ഞാൻ സംഗീതം ചെയ്യുന്ന ആ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ തന്നെ ഒരു 6 തവണയെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന്. ദേശീയ അവാർഡ് ഇപ്പോൾ ഏറ്റവും ഒടുവിലും. ഈ അവാർഡുകൾ കിട്ടാൻ സാധ്യതയുള്ള പാട്ടുകൾ ആണ് M ജയചന്ദ്രൻ്റെ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്, അതിന് വേറൊരു രീതിയിലാണ്. എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനൊരു സംഗീത സംവിധായകനാകണമെന്നും എനിക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടണമെന്നുള്ള എന്നെക്കാൾ കൂടുതൽ എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട്. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുള്ളത് കൊണ്ടാണ് ഈ അവാർഡുകളൊക്കെ കിട്ടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ അമ്മയോടുള്ള സ്നേഹം ആണ്. അങ്ങനെ ആണെങ്കിൽ ഈ അമ്മ എന്നുള്ള ഒരു വികാരം പാട്ടുകളിൽ വരേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് നന്നാകുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ ചെയ്യുമ്പോൾ മാടമ്പിയിലെ പാട്ട്, അല്ലെങ്കിൽ ഇവിടെ വേറൊരു പാട്ട് മനസ്സിൽ ഇപ്പോൾ പഠിക്കാനിരിക്കുകയാണ് ഞാൻ, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഖിലയുടെ മനസ്സിലും കാണും പാട്ട്. അത് എന്താണ് ഈ അമ്മയുടെ സ്നേഹം വരുമ്പോൾ? അത് അമ്മയുടെ മാത്രമല്ല, സ്നേഹം ഏത് രീതിയിലുള്ള പ്രണയമാണെങ്കിലും എൻ്റെ പാട്ടുകൾക്ക് അതിൻ്റെ ഒരു മിഴിവ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, ബാലേട്ടൻ്റെ പാട്ട് അച്ഛൻ്റെ സ്നേഹമാണ്. അതെ അതെ, അതുപോലെ എല്ലാ രീതിയിലുള്ള സ്നേഹം, നിരന്തരമായ സ്നേഹം, അത് എൻ്റെ പാട്ടുകളിലുണ്ട്. ഏത് പാട്ടാണ് ഇപ്പം മൃദുല പാടേണ്ടത്?
മൃദുലയ്ക്ക് ഞാൻ മൃദു മഴയെ തൂമഴയെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്. പട്ടം പോലെ. ആ, അതൊരു പ്രണയ ഗാനാണ്. അഖില ഓർത്ത് വെച്ചു അടുത്ത പാട്ട് എം ജയചന്ദ്രന്റെ അമ്മപ്പാട്ട്. മഴയേ തൂമഴയേ നിന്റെ മുത്തിളം തുള്ളികളിൽ കണ്ടു ഞാൻ എൻ്റെ കാതലനെ കാത്തിരുന്നതാണിന്നുവരെ. പക്ഷെ ഒരു അമ്മയായ മൃദുല വാര്യർ, ഇത് ഞാൻ പരസ്യം കൊടുക്കുന്നതായിട്ട് കരുതരുത്. ഒരു 3 വയസ്സായ വാവ ഉണ്ട്. 3 വയസ്സല്ല 3 മാസം വയസ്സായ ഒരു വാവ. ആ വാവയോട് ഇപ്പൊ പാടിക്കൊടുക്കാൻ വേണ്ടി എം ജയചന്ദ്രൻ ട്യൂൺ കൊടുത്തൊരു പാട്ട് മൃദുലയെ കൊണ്ട് തന്നെ പാടിപ്പിച്ചിട്ടുണ്ട്. അവാർഡ് വാങ്ങിച്ചു തന്നു തോന്നുന്നു. കുറേ അവാർഡുകൾ പലയിടത്തുമായിട്ട് കിട്ടി. ആ പാട്ടൊന്ന് പാടും പ്ലീസ്. തീർച്ചയായിട്ടും. പാടുന്നതിന് മുന്നേ ഒരു 2 വരി പറയണം. സാറിൻ്റെ അടുത്ത് എത്ര കടപ്പാടുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ഒരു ബിഗിനർക്ക് തരാൻ സാർ ധൈര്യം കാണിച്ചു. എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു സാർ. താങ്ക് യു സോ മച്ച്. പാടാം. മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയേ ചാഞ്ചാടും അഴകേ പുതുമലരെ പൊന്നാര മലരെ എന്നോമൽ കണിയേ എൻ കുഞ്ഞുമലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. ശ്രീ ജയേന്ദ്രൻ്റെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഈ വാവ ഇത് കേട്ട് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ സോങ് പ്ലേ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ഭയങ്കര വയലൻ്റൊക്കെ കിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അത് വെച്ച് കൊടുത്താൽ ആൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ശ്രീ ജയേന്ദ്രൻ, എനിക്ക് അഖില പാടാനിരിക്കുന്ന പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ലാലി എന്നുള്ള ഈ ഒരു ട്യൂൺ എല്ലാവരും പലരും കുട്ടികളൊക്കെ ഇങ്ങനെ പാടാൻ ഇഷ്ടപ്പെടുന്നു, ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത് എവിടുന്ന് എങ്ങനെ വന്നു? അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ദിവസവും അതുപോലത്തെ പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേ. അതല്ല, എവിടെ ഒരു ഈ നിമിഷത്തിൽ ഇങ്ങനെ ആ നിമിഷം ഓർക്കുന്നത് ഇത്രയും ഒരു ഇമോഷൻ ഉണ്ടാക്കുകയാണ് ആളുകളുടെ ഇടയിൽ. അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സംവിധായകനാണ് ബ്ലസ്സിയേട്ടൻ. ഞാൻ ബ്ലസ്സിയേട്ടൻ വളരെയധികം മ്യൂസിക്കിനെ കുറിച്ച് ഒരുപാട് ഉള്ളിലേക്ക് കടന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുകയും എങ്ങനത്തെ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വേണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മളൊരു അവാർഡ് ഫംഗ്ഷന് ഹൈദരാബാദിലേക്കൊരു ഫ്ലൈറ്റ് യാത്രയിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ശബ്ദം മുഴക്കമൊക്കെ നടക്കുന്ന സമയത്ത് ബ്ലസ്സിയേട്ടൻ പിന്നെയും ഈ സോങ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ബ്ലസ്സിയേട്ടനടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആയിരിക്കുമോ ആ അമ്മയുടെ മനസ്സ് ഇങ്ങനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ബ്ലസ്സിയേട്ടൻ്റെ എങ്ങനെയായിരിക്കും? ബ്ലസ്സിയേട്ടൻ ഇല്ലല്ലോ ഇപ്പോൾ. അല്ല, അഭിനയിക്കാൻ അറിയാന്നല്ലേ പറഞ്ഞത്. അവിടെ മൃദുലയെ ബ്ലസ്സി സാറായിട്ട് കരുതും, എന്നിട്ട് അതൊന്ന് മൂളി തരും. ഇത് നാടകം പറ്റുമോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ബ്ലസ്സിയേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ഇങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചു. ബ്ലസ്സിയേട്ടൻ പറഞ്ഞു അത് കൊള്ളാം, ആ സ്പാർക്ക് കൊള്ളാമെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഈ പാട്ടുണ്ടായത്. യെസ്, അവിടെ ഓക്കെ പറഞ്ഞ ബ്ലസ്സി അദ്ദേഹത്തിനുണ്ട് ഒരു അനുമോദനം. അഖില, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എം ജയചന്ദ്രനോടുള്ള ആ സ്നേഹത്തിൻ്റെ അമ്മപ്പാട്ട് ഏതാണ് അഖിലയുടെ മനസ്സിലിപ്പോൾ? അമ്മപ്പാട്ട് അമ്മ മഴക്കാർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ സാർ എനിക്കൊരു പാട്ട് പാടാനുള്ള അവസരം തന്നിട്ടുണ്ട്. അത് ചെറിയ കുട്ടികൾക്ക് അമ്മ പാടാം, അല്ലെങ്കിൽ മുതിർന്ന ആള് ചെറിയ കുട്ടിക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണത്. എൻ്റെ ചിത്തിരത്താമരത്തുമ്പി പാട്ട്, ഫോർ ഫ്രണ്ട്സ്. അത് എം ജയചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്കാണ്. അതിനേക്കാളുപരി യേശുദാസ് സാറിനോട് ഒപ്പം പാടാൻ കിട്ടിയൊരു ഭാഗ്യമായി കരുതുന്നൊരു പാട്ടാണ്. ഒരുപാട് നന്ദി പറയിക്കുകയാണ്. ആ പാട്ട് പാടാം. എൻ്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ
നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, വിരുന്നേകുവാൻ പിറന്നാൾ കിളി, എൻ്റെ ചിത്തിരത്താമര തുമ്പി. നമുക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇടവേള കഴിഞ്ഞെത്തുന്ന നിമിഷങ്ങളിൽ കുറച്ച് സമയം ഇവരോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പല ചർച്ചകളിൽ ഇവരോട് ആരും ചോദിച്ച് കേട്ടിട്ടില്ല എന്ന് നമ്മൾ കരുതുന്ന, ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. വളരെ ഓണമയമുള്ള ചർച്ചയിൽ ഒരല്പം ഹോട്ട് നിമിഷങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹോട്ടിനെ എല്ലാം വെള്ളമൊഴിച്ച് കെടുത്തുകയാണ് ശ്രീ എം ജയചന്ദ്രൻ. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ 2 യുവ ഗായികമാർ അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ട്. ഒന്നും നോക്കരുത്, തുറന്നു പറയണം. ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ ഈണമിട്ട് കൊടുക്കുന്ന വരികൾ അതേ ഭാവത്തോടുകൂടി അതേ സംഗതികളൊക്കെ മനസ്സിലാക്കി അതുപോലെ ഇന്നത്തെ യുവ ഗായകർക്ക് പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. അവരെ കുറിച്ച് വെറുതെ പറയുന്നതല്ലേ? അവർ കൂടെ പാടി അവർ കൂടെ നിൽക്കാൻ വേണ്ടി പറയുന്നതല്ലേ? തീർച്ചയായിട്ടും അല്ല. ആരാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഗായിക? ശ്രേയ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ യുവനിരയിൽ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഗായികാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചി കഴിഞ്ഞിട്ട് വേറെ ഏതൊരു ഗായികയും എനിക്ക് ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും. KS ചിത്രയ്ക്ക് മുമ്പ് ഗായികമാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും പാടിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പാടിപ്പിച്ച ഗായികമാർ KS ചിത്ര. ലതാജിയെ പാടിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അത് സാധിച്ചില്ല. അത് ഇനി എപ്പോഴെങ്കിലും, ഇതിപ്പോൾ പറഞ്ഞ പോലെ വേറൊരു ജന്മത്തിലൊക്കെ ആയിരിക്കും, അങ്ങനെ സാധിക്കട്ടെ. അപ്പോൾ പക്ഷേ ചിത്ര ചേച്ചി ഓഫ് കോഴ്സ് ദ ഗ്രേറ്റസ്റ്റ്, ഒരു സംശയം എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെയും തോന്നിയിട്ടില്ല. ഞാനത് ഇപ്പോഴും കാമ്പോജി എന്നുള്ള സിനിമയിൽ നടവാതിൽ തുറന്നില്ല എന്ന് പറഞ്ഞ പാട്ട് ചിത്ര ചേച്ചി ഇപ്പോഴും പാടിയിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ എന്താണോ ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ മാത്രമല്ല, ഷീസ് എ മ്യൂസിക് കമ്പോസേഴ്സ് ഡിലൈറ്റ്, ഒരു പാട്ടുകാരി. ഇപ്പോൾ ശ്രേയയുടെ കാര്യമല്ലേ നേരത്തെ പറഞ്ഞത്? ഇവരൊക്കെ ഒരുപക്ഷെ ജയചന്ദ്രൻ ഞാൻ ബഹുമാനിക്കുന്നതെന്ന് പറഞ്ഞു, കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ സ്വന്തം കയ്യിൽ നിന്ന് കേട്ട് തരുന്നുണ്ടോ? ഞാൻ വേറെ ആരെയും എൻ്റെ കോമ്പോസിഷനിൽ കൈ കടത്താൻ ഞാൻ സമ്മതിക്കാറില്ല. അത് വേണ്ട, അത് കുറച്ച് മതി. അത് ഒരൊറ്റൊരാൾക്ക് മാത്രം ഞാൻ അല്ല, അതൊരു പക്ഷേ അവർ ഞാൻ സമർപ്പണം ചെയ്യാറുണ്ട്. അത് നന്നാക്കാനായിരിക്കില്ല, അത് യേശുദാസ് സാറിന് മാത്രമേ ഉള്ളൂ, ആ ഒരു സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കും ഇതുവരെ ഞാൻ അത് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതെ അദ്ദേഹം എടുക്കുന്നതാണോ ശ്രീ KJ യേശുദാസ്? അല്ല, അദ്ദേഹം എടുക്കാം, കാരണം അദ്ദേഹം ഗാനഗന്ധർവനാണ്. അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യവും, എൻ്റെ ട്യൂൺ വേണമെങ്കിൽ മാറ്റി അദ്ദേഹം പാടിയാലും. സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ യേശുദാസ് എന്ന ഗാനഗന്ധർവന്റെ മുന്നിൽ അല്പം ആരാധനയോടുകൂടി മാറി നിൽക്കുന്നു. ആരാധനയല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അൾട്ടിമേറ്റ് സറണ്ടറാണ്. അത് പിടക്കങ്ങളിലേക്ക് വഴി കളിക്കില്ല. ഇത്തരത്തിൽ ചില ആളുകളുടെ അവരുടെ നിർദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ കൂടി കേൾക്കാതെ വരുമ്പോൾ പിണങ്ങാൻ സാധ്യതയില്ലേ? അതിപ്പോൾ എനിക്ക് ഇന്ന സുഹൃത്തിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറൊരു സുഹൃത്ത് പിണങ്ങിയെന്ന് വരും. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമുള്ള ആളാണ് ഞാൻ. അപ്പോൾ യേശുദാസ് സാറ് ദ ഗ്രേറ്റസ്റ്റ്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണങ്ങിയവരുണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? പിണങ്ങിയവരുണ്ടാകാം, അതെനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ബോധമല്ല. എന്തായാലും ശ്രീ, എനിക്കറിയാവുന്ന ഒരേ ഒരു വഴക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ ഒരു നിമിഷം എന്നുള്ളത് കൊല്ലത്തെ ഏതൊരു ചടങ്ങിൽ ശ്രീ ONV കുറുപ്പും ജയചന്ദ്രനും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല, ഒരിക്കലും അങ്ങനെയല്ല. അത് ശരിക്കും മീഡിയ അതിനെ ബ്ലോ ഔട്ട് ചെയ്തതാണ്. ശരിക്കും ONV സാറ് അതൊരു സെമിനാറായിരുന്നു. ആ സെമിനാറിൽ പഴയ കാലത്തെ സംഗീതവും ഇന്നത്തെ കാലത്തെ സംഗീതം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ പഴയ കാലത്തെ സംഗീതത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ONV സാറും ദക്ഷിണാമൂർത്തി സ്വാമികളും യേശുദാസ് സാറും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ കാലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ONV സാറ് പഴയ കാലത്തെ സംഗീതവും പുതിയ കാലത്തെ സംഗീതം അത്രത്തോളം നല്ലതല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ദക്ഷിണാമൂർത്തി സ്വാമി അങ്ങനെയൊന്നും പറയാതെ എല്ലാ കാലത്തെ സംഗീതവും നല്ലതാണെന്ന് പറഞ്ഞു. ദാസാറും അങ്ങനെ തന്നെ നല്ലതാണെന്ന് പറഞ്ഞു. എനിക്ക് ആ സെമിനാറിൽ എൻ്റെ ഭാഗം ഇന്നത്തെ ജനറേഷനെ പ്രതിനിധീകരിച്ച് പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ അത് തെറ്റിദ്ധരിക്കപ്പെട്ടോ? തീർച്ചയായും തെറ്റ്. കാരണം ONV സാറ് തന്നെ അനുകരണം എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അല്ല, അതൊക്കെ പറഞ്ഞു. അനുകരണമല്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയും ചെയ്തു. ONV സാറിന് വേറെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ആദ്യം പറഞ്ഞിരുന്നു, ജയൻ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അദ്ദേഹം മറ്റേ ഫംഗ്ഷന് വേണ്ടി പോയി. പക്ഷെ അത് മീഡിയ വിചാരിച്ചു എന്നെ ദേഷ്യപ്പെട്ട് വെളിയിൽ പോയതാണെന്ന്. അങ്ങനെ അപ്പോൾ ONV സാറിന് ഒരിക്കലും അങ്ങനെ ഒരു വിചാരം ഉണ്ടായിട്ടില്ല.
എനിക്കും ഇല്ല. മാത്രമല്ല ONV സാറിനെ കുറിച്ച് പറയാൻ എനിക്ക് എന്താ അർഹതയാണുള്ളത്? ഗ്രേറ്റസ്റ്റ് ലെജൻഡ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ച് നിൽക്കാൻ. തീർച്ചയായിട്ടും ആ കാര്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, കാരണം പ്രത്യേകിച്ച് പ്രണയത്തിലെ പാട്ട് എം ജയചന്ദ്രൻ ONV ടീമിൻ്റെ വളരെ മനോഹരമായ പാട്ടാണ്. ഈ നമുക്ക് ഈ ഒരു ചൂട് അവസാനിപ്പിക്കുമ്പം ആ പാട്ട് ആരെങ്കിലും ഒന്ന് പാടിത്തരണം. ശ്രീ എം ജയചന്ദ്രൻ, ആരാണ് ഏറ്റവും നല്ല യുവ ഗായികമാരിൽ, ഇന്നത്തെ പുതിയ ജനറേഷനിലെ ഏറ്റവും നല്ല യുവ ഗായകനും ഗായികയും മലയാളികളിൽ എന്ന് ചോദിച്ചാൽ ആരെ പറയും? അങ്ങനെ ഒരാളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്നതാണ് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? ഇല്ല, രണ്ടുപേരും. അത് ഡിപ്ലോമാറ്റിക് അല്ല. ഓരോരുത്തർക്കും ഓരോ ബോധവും ഓരോ ശൈലിയുമാണുള്ളത്. രണ്ട് ഗായകരെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കലാകാരന്മാരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. യെസ്, അത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. മൃദു പാടുന്ന പോലെ അല്ല അഖില പാടുന്നത്. പക്ഷേ അഖില പാടിയത് അത് നന്നായി, മൃദുല അത് പാടിയപ്പോൾ ഇങ്ങനെ നന്നായില്ല എന്നൊക്കെ പറയുന്നത് ഒരു രീതിയിലുള്ള ഒരു ചീപ്നെസ് ആയിട്ട്. അല്ല, അങ്ങനെയല്ല ശ്രീ എം ജയചന്ദ്രൻ. ശ്രീ KS ചിത്ര വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങ് ബഹുമാനിച്ചു. ശ്രേയ ഘോഷലിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ബഹുമാനിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ മലയാളത്തിലില്ലേ? തീർച്ചയായിട്ടും മൃദുവിനെ ബഹുമാനിക്കണം, രാജലക്ഷ്മിയെ ബഹുമാനിക്കണം. തീർച്ചയായിട്ടും ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗായകരെയും ബഹുമാനിക്കണം. കാരണം അവർക്കൊക്കെ ടാലൻ്റ് ഉണ്ട്. ശരി, ഇന്ന വികാരത്തിന് ഇന്ന ആളുടെ സ്വരമാണ് നല്ലത്, അങ്ങനെ ഇവരെ പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് കണ്ണുടച്ചുകൊണ്ട് ഒരു കാര്യവും കലയിൽ ചെയ്യാൻ പറ്റില്ല. ആ വികാരം എന്നുള്ളത് വികാര പ്രകടനം നടത്തുന്ന ഒരാളെ അല്ല നമ്മൾ ഗായകനായിട്ട് കാണുന്നത്. ഈ ഒരു പാട്ട് ഈണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തെ വരികളല്ലല്ലോ സംഗീത സംവിധായകൻ ഒരാളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, ഒരു ഗായികയോ ഗായകനെയോ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിലെ ആ മുഹൂർത്തം, അത് പാടിയാൽ ആ സംഗതികൾ വരുത്താൻ പറ്റുന്ന, ആ ഇമോഷൻസ് വരുത്താൻ പറ്റുന്ന, അങ്ങനെ വരുമ്പോൾ ശ്രീ ജയചന്ദ്രൻ സ്കൂളിലേക്ക് പറ്റിയ ആളുകൾ ഇപ്പോൾ പറഞ്ഞ പേരുകാർ മാത്രമാണോ? എനിക്കങ്ങനെ ഒരു സ്കൂളില്ല, ഞാനങ്ങനെ സ്കൂളൊന്നും നടത്തുന്നില്ല. ഒരു ശ്രീ ദേവരാജൻ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് അത്രയും മഹത് ഒരു ചിന്ത ഉള്ള ഗ്രേറ്റ് ലെജൻഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്കൂളുണ്ട്. അങ്ങനെയുള്ള സ്കൂൾ വേണ്ടേ? കാരണം അവിടെ ശ്രീ ദേവരാജൻ മാഷ് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീ ദേവരാജൻ മാഷിൻ്റെ സമയനിഷ്ഠ ഇന്നത്തെ കുട്ടികൾ കണ്ടുപിടിക്കേണ്ട പല കാര്യങ്ങൾ. എൻ്റെ ചിന്ത ഒരു സ്കൂളൊന്നുമല്ല, എൻ്റെ ചിന്ത ഇതാണ്: ദ ലിറിക്സ് ഇൻ എ സോങ് ഷുഡ് മേക്ക് യു തിങ്ക് എ തോട്ട്. ഒരു ചിന്ത ചിന്തിപ്പിക്കാൻ ലിറിക്സിന് സാധിക്കണം. ദ മ്യൂസിക് ഇൻ ദ സോങ് ഷുഡ് മേക്ക് യു ഫീൽ എ ഫീലിംഗ്. ഒരു അനുഭവം അനുഭവിക്കാൻ പറ്റണം. ദ സോങ് ഷുഡ് മേക്ക് യു തിങ്ക് ഫീൽ എ തോട്ട്. ഇങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റാത്തതും ഫീൽ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഗാനങ്ങളാണോ ഇപ്പോൾ ഒരുപാട് ഉണ്ടാകുന്നത്? അല്ല, അത് ഉണ്ടായിക്കോട്ടെ, അതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എൻ്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞത്, ഞാൻ ഒരു നല്ല ഗാനം എന്ന് ഞാൻ കാണുന്നത് അത് തോട്ട് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഗിമിക്സ് ഉള്ള സോങ്ങിനും ഒരു തോട്ടുണ്ട്. ശരി, ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് പറഞ്ഞ പാട്ടിനും ഒരു തോട്ടുണ്ട്, അതിനും ഒരു ട്യൂണിൻ്റെ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഒന്നിനെയും നമുക്ക് തള്ളാൻ പറ്റില്ല എന്നല്ലേ? അങ്ങനെ തള്ളാൻ പറ്റില്ല, ഒരിക്കലും തള്ളാൻ പറ്റില്ല. സിനിമാ സംഗീതം ഇന്നതായിരിക്കണം, അത് ക്ലാസിക്കൽ മ്യൂസിക് ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലൂസ് ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സോൾ മ്യൂസിക് ബേസ്ഡ് ആയിരിക്കണം, ഇന്ന ജോണറിൽ അങ്ങനെയൊന്നുമില്ല. ഈ ഡാഡി മമ്മി അങ്ങനെ വീട്ടിലെ ആ പാട്ട്, അതിലെ വരികൾ, സംഗീതം, ഇതിലേതിനാണ് അവിടെ ഏറ്റവും പ്രാധാന്യം? രണ്ടിനും പ്രാധാന്യമുണ്ട്. ഒരു സോങ് എന്ന് പറയുന്നത് എൻറ്റിറ്റിയാണ്, ഒരു ടോട്ടൽ എൻറ്റിറ്റിയാണ്. അതിൽ ലിറിക്കാണ്, ഇങ്ങനെ സംഗീതമാണ്, അത് പാടിയിരിക്കുന്ന അങ്ങനെ ഞാൻ കാണുന്നില്ല. ഒരു സോങ്ങിനെ മൊത്തം, ഇപ്പോൾ ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പോൾ അത് ജേട്ടനാണോ അത് പാടിയത്, അല്ലെങ്കിൽ വാണിയമ്മയാണോ പാടിയത്, അല്ലെങ്കിൽ ഹരിനാരായണൻ എഴുതിയ ലിറിക്സ് ആണോ നല്ലത്, അല്ലെങ്കിൽ ഗോപി ചെയ്ത മ്യൂസിക് ആണോ നല്ലതെന്ന് ഇങ്ങനെ നോക്കാതെ അതിനൊരു എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കേൾക്കുക, നമ്മൾ ആസ്വദിക്കുക, നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് നടക്കുക, നമ്മൾ പാടിക്കൊണ്ട് നടക്കുക. എത്ര കൊല്ലമായി മലയാള സിനിമാ സംവിധാനം തുടങ്ങിയിട്ടെന്ന് ചോദിച്ചാൽ? 22 years. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിന്ന് പഴയ്ക്കാനുള്ള ഇതായി ഇത്തരം ചോദ്യങ്ങൾക്ക്. നമുക്ക് ഈ ഘട്ടം ഒന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി, ശ്രീ എം ജയചന്ദ്രൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ സൗഹാർദ്ദപരമായി പോയത്. സാധാരണ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പലരും ഇറങ്ങി എഴുന്നേറ്റ് പോകാറാണ് പതിവ്. പിന്നെ ശ്രീ, നിങ്ങൾ എന്ത് പാട്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തെ നമുക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് വരികൾ ഏതാണ് പാടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ആലോചിക്കണ്ട, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. യെസ്, ഓക്കെ. ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ, എൻ നെഞ്ചിലൂറും
കമ്പോസ് ചെയ്ത വാൽക്കണ്ണാടിയിലെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ലൊരു റൊമാൻറ്റിക് സോങ് ആണ്, അതേസമയം ഒരു ഫോക്കിഷ് ടച്ചുള്ള പാട്ടുമാണ്. മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ നീലക്കണ്ണും നിറയൂലേ ചെറുതാലിയഴിഞ്ഞില്ലേ മിനുമിന്നണമെന്നല്ലേ ചില്ലഴിവാതിൽ മെല്ലെ അടഞ്ഞു നല്ലിരവിൽ തനിയേ. എന്തായാലും ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മിനിറ്റുകൾ മാത്രമാണ് ഈ ഗാന ജയചന്ദ്രികയിൽ ബാക്കിയുണ്ടാകുക. ഓണപ്പാട്ടുകളിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും മിനിറ്റുകളിൽ. തിരുവോണ ഗാന ജയചന്ദ്രികയുടെ അവസാന നിമിഷങ്ങളാണ്. ഇനി പാട്ടിന് മാത്രമാണ് സമയം. എന്നാൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് ജയചന്ദ്രനെ വിടുകയാണ് ആ നിമിഷങ്ങൾ. എന്താണ് നിങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നത്, എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത്, എന്താണ് ഞങ്ങൾ കാണട്ടെ എന്നുള്ളത്. അതിന് മുമ്പ് ചോദ്യം ഇതാണ്, ഈ നേരത്തെ വിട്ടുപോയൊരു ചോദ്യം. ഈ നമ്മുടെ യുവ പാട്ടുകാർക്കൊക്കെ പലർക്കും മലയാളം പോലും അറിയില്ല എന്നുള്ളതാണ്, ഭാഷാശുദ്ധിയുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പറയാൻ പറ്റിയൊരു അവസരമാണ് ശ്രീ ജയേന്ദ്രൻ. നിങ്ങൾ പുതിയ ആളുകൾ ഇതൊക്കെ പഠിച്ചിട്ട് വരൂ, നിങ്ങളുടെ പ്രശ്നം ഇതാണ്. എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഈ അന്യഭാഷ ഗായകരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാടിക്കുന്നത് ഇവരുടെ പ്രശ്നം കൊണ്ടാണോ? അപ്പോൾ രണ്ടും കുഴപ്പമില്ല, അപ്പോൾ രണ്ടും ഒരുപോലെ. അപ്പം ഞാനൊരു ചെറിയ ചോദ്യം അങ്ങോട്ട് ലാലിനോട് ചോദിക്കാം. ദാസാറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണല്ലോ മാനസമൈനെ വരൂ എന്നുള്ള പാട്ട് ഇവിടെ മന്നാടി പാടിയത്. അത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ടാണ്? സലിൽ ചൗധരി നല്ല ഓണപ്പാട്ട് ഈണം കൊടുത്തു. ഈ പൂവിളി പൂവിളി എന്നുള്ള പാട്ട് എനിക്ക് തോന്നുന്നു സലിൽ ചൗധരിയാണ്, നമ്മുടെ മലയാളി പോലും അല്ലാത്ത. അപ്പോൾ അങ്ങനെയും നമ്മളിന്ന് അങ്ങനെ സംഗീതത്തിനൊരു ജോഗ്രാഫിക്കൽ ബോർഡറോ ബാരിയറോ ഇല്ല. നമ്മൾ കേരളത്തിൽ തന്നെ ലോഹിതാസ് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അധികം മതിൽക്കെട്ടുകളും ഇടവഴികളും ഉള്ള ഒരു സംസ്ഥാനമാണെന്നുള്ളത്. അപ്പോൾ മനസ്സ് ഒരു ഇടുക്കിൽ ആയി പോകുന്നവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇങ്ങനെ ശ്രേയ പാടിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പാട്ടുകാർ മോശമായതുകൊണ്ടാണോ എന്നുള്ളത്. ഞാനിപ്പോൾ കാമ്പോജി എന്നുള്ള സിനിമയിൽ പല ഗായകരും തന്നെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നത് പല ഗായകരും കൂടിയാണ്. ഞാൻ പറയുന്നത് അവരൊക്കെ ഇത് ചോദിക്കുന്നതിന് പകരം അത്രയും നേരം കൂടെ പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്തിയാൽ ഈ ഉത്തരവാണ് ഞാൻ പറയുന്നത്. അവർ കേട്ടോളുക, ഈ പറഞ്ഞ പ്രാക്ടീസ് അത് അത്രയും നന്നായിരിക്കും. ശരി, ഈ നിമിഷം കൊടുക്കുകയാണ് ശ്രീ എം ജയചന്ദ്രൻ കൊടുക്കുകയാണ്. അദ്ദേഹം എന്താണ് ഈ രണ്ട് ഗായികമാരോടും പറയുന്നത്, എന്ത് ട്യൂൺ ചെയ്യാൻ പോകുന്നു, ഏത് വരികൾ കൊടുക്കുന്നു, അവരെന്ത് പാടുന്നു, അങ്ങനെ ഈ ഗാന ജയചന്ദ്രിക ഇവിടെ തീരും. തമ്പി സാർ എഴുതിയ ലിറിക്സാണ്. ഉത്രാടപ്പൂ നിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂമനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ എന്നുള്ളത്. എക്കാലത്തെയും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓണം സോങ്സ്. യെസ്, 1 2 3 ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഉത്രാടപ്പൂ നിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. ഈ ഓണ ഗാന ജയചന്ദ്രികയിൽ ഈ തിരുവോണ നാളിൽ ന്യൂസ് ആൻഡ് വ്യൂസിന് ഇങ്ങനെയൊരു സദ്യ തരാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അത് നടന്നിരിക്കുന്നു, പ്രേക്ഷകർ അത് സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ചർച്ച എന്ന് വിളിക്കാമെങ്കിൽ ഈ സംഗീത ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം ജയചന്ദ്രൻ, മൃദുല വാര്യർ, അഖിലാനന്ദ്. ഭാവുകങ്ങൾ നേരുന്നു. ഭാവി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെന്നറിയാം, പക്ഷേ സമയപരിമിതി. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.